ഈയിടെ നെറ്റ്ഫ്ലിക്സിൽ റിലീസായ പുതിയ 2 സിനിമയാണ് ഓഫീസർ ബ്ലാക്ക് ബെൽറ്റ് എന്ന കൊറിയൻ മൂവിയും അഗ്ലീസ് എന്ന ഹോളിവുഡ് മൂവി. ഈ രണ്ടും അത്യാവശ്യം ആവറേജ് നല്ല മൂവീസ് തന്നെയാണ്. സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു വീഡിയോയിൽ 2 മൂവീസിനെ കുറിച്ചും പറയുന്നതാണ് എന്ന് തോന്നിയതുകൊണ്ടും ഒറ്റ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മാക്സിമം സമയം കളയാതെ 2 റിവ്യൂ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ വേണ്ട ഓരോരോ വീഡിയോ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. നേരെ റിവ്യൂയിലേക്ക് പോകാം. ആദ്യ സിനിമയാണ് ഓഫീസർ ബ്ലാക്ക് ബെൽറ്റ്. ഈ ഒരു സിനിമ ഒരു ഫൺ എന്റർടൈനർ ആണ്. പക്ഷെ ഒരു സോൾഡായ നല്ല കഥ ഈ സിനിമയ്ക്കുണ്ട്. നമ്മുടെ നായകൻ മാർഷൽ ആർട്സ് ഒക്കെ അത്യാവശ്യം പ്രോ ലെവലിൽ അറിയാവുന്ന വ്യക്തിയാണ്. പക്ഷെ പുള്ളിക്ക് ചെയ്യുന്ന എന്തിലും ഒരു ഫൺ ഉണ്ടാവണം. അങ്ങനെ ഇരിക്കെ പ്രൊബേഷൻ ഓഫീസറുടെ, അതായത് പരോളിനൊക്കെ ഇറങ്ങുന്ന വലിയ ക്രിമിനൽസിനെ മോണിറ്റർ ചെയ്യുന്ന ഓർ നിരീക്ഷിക്കുന്ന ഒരു ഓഫീസറുടെ കൂടെ മാർഷൽ ആർട്സ് അറിയാവുന്ന ഒരു ഓഫീസറുടെ ജോലി ഒഴിവ് വരികയും അത് നായകന് കിട്ടുകയും ചെയ്യും. അപ്പോൾ നായകന്റെ പണി എന്താണെന്ന് വെച്ചാൽ ഈ ക്രിമിനൽസിനെ പിടിക്കാൻ സഹായിക്കുക എന്നതാണ്. അങ്ങനെ ഓരോ ക്രിമിനൽസിനെ പിടിക്കുന്നതാണ് സിനിമയുടെ പ്ലോട്ട്. പഴയ അല്ലൂർജും പടങ്ങളൊക്കെ പോലെ നല്ലൊരു കഥയും എന്റർടൈൻമെന്റും ഇമോഷണൽ സീൻസും ഒക്കെയുള്ള ഒരു ടോട്ടൽ പാക്കേജാണ് ഈ സിനിമ. അത് മാത്രമല്ല നല്ല കുറെ ആക്ഷൻ സീക്വൻസസും ഉണ്ട്. ബോണസ് ആയിട്ട് നല്ലൊരു വില്ലനെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നതാണ്. ബ്ലാക്ക് നൈറ്റ് എന്ന സീരീസിൽ നായകനായി വരുന്ന കിം വൂ ബിൻ ആണ് ഈ സിനിമയിലെ നായകൻ. കൂടാതെ പ്രൊബേഷൻ ഓഫീസറായിട്ട് വരുന്ന കിം സങ് ക്യൂൻ. ഈ പേരുകളൊക്കെ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അറിയത്തില്ല. എന്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയുന്ന കേട്ടോ. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്തോളൂ കമന്റ് ആയിട്ട്. എന്ന ആക്ടറും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഈ വർഷം ഇറങ്ങിയ ഏറ്റവും നല്ല കൊറിയൻ സിനിമയാണിത് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമയാണിത്. അത്യാവശ്യം ട്വിസ്റ്റും ഉണ്ട്. നമ്മൾ വളരെയധികം ചിരിക്കുകയും എന്റർടൈൻഡ് ആവുകയും ഒക്കെ ചെയ്യും. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. രണ്ടാമത്തെ സിനിമയാണ് അഗ്ലീസ്. ഇതൊരു സ്കൈഫൈ മൂവിയാണ്. ഫ്യൂച്ചറിലാണ് കഥ നടക്കുന്നത്. ലോകത്ത് യുദ്ധങ്ങളൊക്കെ കാരണം ലോകം നശിക്കുന്നു. അപ്പോൾ കുറച്ച് സയന്റിസ്റ്റ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. അതായത് കാഴ്ചയിലുള്ള വ്യത്യാസം കാരണമാണ് മനുഷ്യർ പരസ്പരം ആക്രമിക്കുന്നതെന്നും അപ്പോൾ എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ആക്കിയ ഈ പ്രശ്നം ഇല്ലാതെ ആകും എന്നും അങ്ങനെ എല്ലാരെയും സർജറി ചെയ്ത് മാറ്റുന്നു. ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ഒരു 16 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ സർജറി ചെയ്യും. എന്നിട്ട് ഈ സൗന്ദര്യമുള്ളവരുടെ സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെയുള്ള ഒരു വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. കുഴപ്പമില്ലാത്തൊരു സ്കൈഫൈ സിനിമയൊക്കെയാണ്. പക്ഷെ എല്ലാവർക്കും ഇത് എന്റർടൈനിങ് ആവണം എന്നില്ല. കാരണം ആൾക്കാരെ സുന്ദരന്മാരാക്കിയാൽ ലോകത്തെ പ്രശ്നം തീരുമോ ഇല്ലയോ എന്നൊരു ലോജിക്കൽ ചോദ്യം ചിലരുടെയെങ്കിലും മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതിനുള്ള ഉത്തരം സിനിമയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാലും ചിലർക്ക് അത് കൺവിൻസിങ് ആവണം എന്നില്ല. പിന്നെ സ്ഥിരം ടെംപ്ലേറ്റ് ആയ ലോകം നശിക്കുന്നു, ഒരു പുതിയ വേൾഡ് ഓർഡർ ഉണ്ടാകുന്നു, അവിടുത്തെ പ്രശ്നങ്ങൾ പ്രോട്ടഗോണിസ്റ്റ് സോൾവ് ചെയ്യുന്നു എന്ന രീതിയിലുള്ള സിനിമകൾ നമ്മൾ കുറെ ആയി കാണുന്നു. അതിൽ ആകെ വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ വേൾഡിലുള്ള പ്രശ്നം മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. സോ അങ്ങനെയുള്ള സിനിമകൾ കണ്ട് മടുത്തിരിക്കുന്ന ഒരാളാണെന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇത് എന്റർടൈൻഡ് ആവത്തില്ല. പക്ഷെ ഇങ്ങനെ ഈ ഫ്യൂച്ചർ സിനിമാസ് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളൊരു സിനിമയാണ്. സിനിമ കാണാൻ വിഷ്വലി വളരെയധികം ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ പറ്റും ഇതിന്റെ കഥയൊക്കെ. ചില ഇൻസിഡൻസ് ഒക്കെ ഇത് ഇങ്ങനെ ആവും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് മുന്നേ തന്നെ നമുക്കത് മനസ്സിലാവും. ഒട്ടുമിക്ക ഇൻസിഡൻസും സിനിമയിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ പറ്റും. കഥ അത്ര അൺപ്രഡിക്റ്റബിൾ ഒന്നുമല്ല. ഈ സിനിമയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കൺക്ലൂഡ് ചെയ്യുന്നില്ല. സെക്കൻഡ് പാർട്ട് ഇറങ്ങാൻ നല്ല സാധ്യതയുണ്ട്. അതുപോലത്തെ ഒരു ക്ലിഫ് ഹാങ്കർ കൊണ്ടുപോയിട്ടാണ് സിനിമ നിർത്തുന്നത്. പക്ഷെ പാർട്ട് 1 തന്നെ എല്ലാവരും എന്റർടൈൻ ചെയ്യിപ്പിക്കണമെന്നില്ല. കുഴപ്പമില്ലാത്തൊരു നല്ല സ്കൈഫൈ സിനിമയാണ്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യമൊക്കെ കണ്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പാർട്ട് 2 വരുമ്പോൾ അത് എങ്ങനെ ആവും എന്ന് കണ്ടു തന്നെ നമ്മൾ അറിയണം. ഈ ഒരു സിനിമ തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തരുന്നില്ല. അപ്പൊ പാർട്ട് 2ലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് കിട്ടുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. സോ കുഴപ്പമില്ലാത്തൊരു സ്കൈഫൈ സിനിമ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അഗ്ലീസ് കണ്ടു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ആനിമെ മൂവി സീരീസ് കോണ്ടന്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ പെഞ്ച് വാച്ചർ സൈനിങ് ഓഫ്.